കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കുട്ടികൾ ഉൾപ്പെടെ 40-ലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ശ്രീകാന്ത് നൽകും വിവരങ്ങൾ. ശ്രീകാന്ത്, ഈ മഞ്ഞപ്പിത്തം പടർന്നു പഠിക്കുന്ന സാഹചര്യം, ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു മഞ്ഞപ്പിത്ത ഔട്ട്ബ്രേക്ക് പലയിടത്തും കൊച്ചിയുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്? കളമശ്ശേരി നഗരസഭയ്ക്ക് കീഴിൽ ഗോകുൽ, ഇത് മുൻപും ഈ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായിട്ടുണ്ട്. അത് ഇപ്പോൾ വീണ്ടും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തയാണ് നൽകാൻ സാധിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ 40-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ രോഗബാധ ഉണ്ടായ ആളുകൾ ചികിത്സയിൽ തുടരുന്നുമുണ്ട്. HMD എസ്റ്റേറ്റ് ഭാഗത്ത് 21 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള കണക്കും പുറത്തു വന്നിട്ടുണ്ട്. പൈപ്പ് ലൈൻ, പെരിങ്ങഴ, അതോടൊപ്പം തന്നെ കുറുപ്ര പ്രദേശങ്ങളിലാണ് രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ആരോഗ്യ വിഭാഗവും ഈ മേഖലകളിലുള്ള വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ചൂടാക്കി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ തേടാൻ നിർദ്ദേശം നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുവേണ്ട സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.